السلام عليكم ورحمة الله وبركاته. لك الحمد يا الله ولك الشكر على ما أنعمت علينا تباركت يا ذا الجلال والإكرام. اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മാന്യ ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നല്ലവരായ ദീനി സ്നേഹികളെ, ഈ സദസ്സ് വീക്ഷിക്കുന്ന ഇതര മത പ്രസ്ഥാന ബന്ധുക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടെ സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരു മഹത്തായ സദസ്സിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതുപോലെ നാളെ അവന്റെ സുവലോക സ്വർഗത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദ് ചൊല്ലി വിട പറയുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സദസ്സ് തന്നെ വീണ്ടും ഇവിടെ ഒരുക്കാനുള്ള കാരണം, നേരത്തെയുള്ള ഭാഷണങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മുമ്പ് ഈ ഭാഗത്ത് തന്നെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട് പലരും ആരോപിച്ച ആരോപണങ്ങൾക്ക് അതിവ്യക്തമായ മറുപടികൾ ആധികാരികമായി തന്നെ നമ്മളിവിടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനു മറുപടി എന്ന നിലക്ക് ഒരു മനുഷ്യൻ ഇവിടെ വന്ന് സംസാരിക്കുകയും സുന്നികൾക്കിടയിലുള്ള ചില തർക്കങ്ങൾ വലിച്ചിട്ടുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തത്
നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കിയവരാണ്. ആദർശത്തെ ആദർശപരമായി തന്നെ നേരിടാൻ തീരെ സാധ്യമല്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സദസ്സായിരിക്കാം അത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ നാട്ടിലുള്ള മുജാഹിദിന്റെ ആളുകൾ ഞങ്ങൾക്ക് മറുപടി പറയണം, നിങ്ങൾ നിർബന്ധമായും വരണം എന്ന് പറയുമ്പോ അന്നം മുട്ടാതിരിക്കണമെങ്കിൽ നിർബന്ധമായും പോയി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന ഒരു ബോധമുണ്ടായത് കൊണ്ടാകാം ഇന്നത്തെ പരാമർശം മുഴുവനും സുന്നികൾ തമ്മിലുള്ള തർക്കങ്ങളും ഭിന്നിപ്പുകളും ആരോപണങ്ങളും അത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പുകമറ സൃഷ്ടിക്കാം എന്ന് ആ സാധു മനസ്സിലാക്കി പോയി. അല്ലാഹു തനിക്കും താനുമായി ബന്ധപ്പെട്ടവർക്കും നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. സുന്നികൾക്കിടയിലുള്ള തർക്കങ്ങൾ തീർക്കണമെന്ന താല്പര്യം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാം. എന്നിട്ട് നാടുനീളെ സുന്നികൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാനാണ് ഞങ്ങൾ ഇന്നു മുതൽ തയ്യാറായിട്ടുള്ളത് എന്ന് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങണം. അല്ലെങ്കിൽ അതിനൊരർത്ഥമില്ല. പക്ഷേ നിങ്ങളത് കാണിക്കുന്നതിന്റെ രഹസ്യം ഞങ്ങൾക്കറിയാം. ഐക്യത്തോടെ ജീവിക്കുന്ന നാടുകളിൽ തമ്മിലടിച്ചുകൊണ്ട് പ്രശ്നം അവർക്കിടയിലേക്ക് വെച്ച് നമുക്ക് രക്ഷപ്പെടാം എന്ന വ്യാമോഹമാണ്. പക്ഷേ സക്കരിയ സ്വലാഹി മനസ്സിലാക്കണം, പലയിടത്തും നിങ്ങൾ കുടുങ്ങിയതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തതുപോലെ ഈ വിഷയത്തിലും ഇവിടെ വെച്ചും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും അതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞത് പിന്നീട് മാറ്റിപ്പറയുകയും നിലനിൽപ്പില്ലാത്ത ആശയങ്ങളുടെ ഒരു സമാഹാരം തന്നെയാണ് വഹാബിസം എന്ന് വളരെ വ്യക്തമായി ഞാൻ മുമ്പ് പ്രസംഗങ്ങളിൽ സമർത്ഥിച്ചിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചൊന്നും മൗലവി ഒരക്ഷരം മിണ്ടിയില്ല. പലരുടെയും എന്തെങ്കിലുമൊക്കെ ക്ലിപ്പുകൾ കാണിക്കുന്നത് തന്നെ പലപ്പോഴും അനുകൂലമായത് തന്നെയാണോ അതോ പ്രതികൂലമായതാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പലതും ജനങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അയാൾ ചെയ്തത്. എന്നിട്ട് കാര്യമായി അദ്ദേഹം ആലുവ സംവാദത്തിന്റെ പ്രസക്തിയും അത് മുഖേന അവർക്കുണ്ടായ നേട്ടവും ഇടക്ക് അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. 7 കുടുംബം മുജാഹിദായി എന്ന് വളരെ ആവേശത്തോടുകൂടെ അയാൾ ഈ നാട്ടുകാരോട് പ്രഖ്യാപിച്ചു. അത് ഇയാളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ അപ്പുറത്തും പ്രവർത്തിക്കുമ്പോ ഇയാളിവിടെ ചെയ്യുന്നത് പോലെയുള്ള ചില വഞ്ചനകളും കാപ്പട്യങ്ങളും ഇയാളെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് അപ്പുറത്തും പലതും കാണിക്കണമല്ലോ. അതാണ് അവിടെയും അവര് നടത്തിയത്. ഇയാളും അത് അനുകൂലിച്ചുകൊണ്ട് ഇവിടെ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ അടുത്ത് ഒതുക്കുങ്ങലിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയെടുപ്പുള്ള നേതാക്കൾ പരാജയപ്പെട്ടതിന്റെ പേരിൽ അവർക്കൊരു സ്വീകരണം ഒതുക്കുങ്ങലിൽ നടത്തി. ആ സ്വീകരണത്തിൽ 7 കുടുംബത്തെ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞ് സലഫി ന്യൂസിലൂടെ എല്ലായിടങ്ങളിലേക്കും അവര് പ്രചരണം നടത്തി.